ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. ഇന്ന് ഹസ്ബൻഡിന് ലീവാണ്, പിന്നെ ഇവിടെ നബിദിനത്തിൻ്റെ ലീവാണ്. അപ്പോൾ ആ ഒരു ദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാനിതാ എപ്പം ചെയ്യുന്ന പോലെ തന്നെ രാവിലത്തെ ചായയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എണീച്ചപാട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറേ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അത് പിന്നെ അണക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ചായ റെഡിയായി. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ റവ ദോശയും പിന്നെ തക്കാളി ചട്നിയാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കടന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റവ ദോശക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകെല്ലാം വേണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് ഇതിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മെഷീനിൽ നിന്ന് ചതച്ചെടുക്കാൻ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ കറണ്ടെല്ലാം ഇല്ലാത്ത സമയത്ത് നല്ലൊരു ഉപകാരമാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിനകത്താണ് ഇപ്പോൾ ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തത്. പെട്ടെന്ന് തന്നെ അതിന് ഇനി റവ ദോശൻ്റെ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് തരി, പിന്നെ ഒരു 1/4 കപ്പ് മൈദയും ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടി ഞാൻ ഒറോട്ടിപ്പൊടിയല്ല എടുത്തത്, ഇപ്പോൾ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല, അതാണ് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സായി കൊടുക്കാം. നമുക്കിതിലേക്ക് കൂടുതൽ വേണ്ടത് വെള്ളമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 4.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ടോട്ടൽ. പിന്നെ അപ്പം നമുക്കിത് കുറച്ച് അയവോട് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കപ്പ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ടോട്ടൽ 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ അരിപ്പൊടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇത് കുറച്ച് വെള്ളം പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഈ ദോശ ഒരു നെറ്റ് പോലെയാണ് ഉണ്ടാകാൻ, അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിലൂടെ കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് കായപ്പൊടിയും പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാകാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ കൂടുതൽ വെള്ളം പോലെ തന്നെ ആയിട്ട് കിട്ടണം. നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാനും പാടില്ല. ഈ ഒരു പിന്നെ അയവിലായിരിക്കും നമുക്ക് ഈ ഒരു ദോശൻ്റെ മാവ് കിട്ടേണ്ടത്. ഇനി തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവ് കലക്കി വെച്ചാൽ കുറേ നേരം ഒന്നും വെക്കണ്ട കേട്ടോ. ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ 2 തക്കാളി ചെറുങ്ങനെ മുറിച്ചിട്ടവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി, ഞാൻ സവാളൻ്റെ ചെറുങ്ങനെ മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5-8 എണ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും പിന്നെ 2-3 കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിലുള്ള തക്കാളിയെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇത് നല്ല വലിയ പണിയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഞാൻ വാട്ടിക്കൊടുത്ത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ദോശ ഞാനിപ്പോൾ ചുടാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചൂടോടെയാണ് പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ ഇത് ചുട്ട് വെക്കാൻ പാടില്ല, ചൂടോടെ തന്നെ നമ്മൾ പിന്നെ ഇത് കഴിക്കണം, എന്നാൽ നമുക്ക് ആ ക്രിസ്പിയോട് കൂടിയിട്ട് കിട്ടാൻ. അപ്പോൾ നമ്മൾ തക്കാളി ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ദോശ ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിന്, നല്ലെണ്ണയില്ല, അതാണ് ഒഴിച്ചു കൊടുത്തത്.
പിന്നെ ഈ ദോശ ചുടലും തിന്നലും അങ്ങനെ ആയിരിക്കണം. പിന്നെ നമ്മൾ ചുട്ട് വെച്ചിട്ട് ഇങ്ങനെ ചൂട് പാത്രത്തിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല. അന്നേരം പിന്നെ ആ ഒരു ടേസ്റ്റും കിട്ടൂല, ആ ഒരു ക്രിസ്പിയും കിട്ടൂല. ഇതിങ്ങനെ ചൂടോടെ നമ്മൾ പിന്നെ ഇങ്ങനെ ചുട്ടിട്ട് പിന്നെ ചൂടോടെ തന്നെ കഴിക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു റവ ദോശയും തക്കാളി ചട്നി. അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴിട്ടെടുക്കലാന്ന്. പിന്നെ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കിച്ചണ് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പേന് വൃത്തിയാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മയറുഫ്ക പിന്നെ മാർക്കറ്റിൽ പോയിട്ട് മീനെല്ലാം വാങ്ങിയിട്ട് വന്നിനേനു. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സിങ്കൊന്നും തേച്ച് തന്നിട്ടില്ല. വെറും അടുപ്പ് മാത്രമേ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ. സിങ്ക് പിന്നെ ഞാൻ ഏതായാലും മീൻ മുറിക്കുന്നല്ല, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച്. പിന്നെ മറുഫ്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാടെ തന്നെ മാർക്കറ്റിലേക്ക് പോയിന്. മാർക്കറ്റിൽ പിന്നെ പെട്ടെന്ന് പോയതാണ്. മോന് എക്സ്പോയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സുകളൊപ്പം സ്കൂൾ ഫ്രണ്ട്സെല്ലാമായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓനെ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയല്ല മാർക്കറ്റ്. അങ്ങനെ ആടെ ഒന്ന് കയറിയിട്ട് പിന്നെ മത്തിയോ അതിലെല്ലാം അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ വെള്ളക്കോരയില്ല, അത് വെള്ളത്തിലിട്ട് വെച്ചിനു. അത് ആ ഒരു ചുവപ്പ് പാത്രത്തിൽ ഞാൻ ഇട്ട് വെച്ചിന്. അന്നേരമാണ് പിന്നെ മറുഫ്ക നല്ല മത്തിയും അതിലെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, സിങ്കും തേച്ചിട്ടില്ല. ഏതായാലും മീനെല്ലാം മുറിച്ചിട്ട് പിന്നെ എന്തായാലും വൃത്തിയേടാവില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ മുറിക്കുന്ന പണി എനിക്ക് ഉണ്ടായിട്ടില്ല. മറുഫ്ക തന്നെ കൊണ്ടുവന്നിട്ട് കൈയോടെ ഓറന്നെ എല്ലാം മുറിച്ച് വെച്ചാന്ന്. അങ്ങനെ മത്തി മുറിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ അയില മുറിക്കലാന്ന്. പിന്നെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൃത്തിയാക്കൽ ഞാൻ തന്നെയാണ് ചെയ്തത്. അതൊന്നും പിന്നെ ഞാൻ ഓർക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് വെള്ളം വെച്ചിന്, അരിയെല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ചോറാടുന്ന് വേകുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങരച്ചകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പും പിന്നെ ചേനയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് പരിപ്പും വെള്ളരിയും വെച്ചിട്ടില്ല, അതുപോലെ തന്നെ. പക്ഷേങ്കിൽ എന്താ പറയുക, അത് അന്ന് വെള്ളരിയാണ് വെച്ചത്, ഇന്ന് ചേന. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ലേശം മുളകുപൊടിയും ഉപ്പും വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. വലിയ പണിയൊന്നുമില്ല. പിന്നെ പച്ചക്കായ് വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും മാറുഫ്ക ഇടുന്ന് മുറിച്ചിരുന്നുണ്ട്. പിന്നെ പച്ചക്കായ് വറവ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്ന് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇത് നല്ലൊരു ഡ്രിങ്കെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സിയ ഇടുന്ന് റൂഹാഫ്സ കളിക്കുന്നതിനു. ഈ ഒരു റൂഹാഫ്സ വെച്ചിട്ട് ഇങ്ങനെ സോഡെല്ലാം വെച്ചിട്ട് നല്ലൊരു പിന്നെ കുടിക്കാനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ മറുഫ്ക മീൻ മുറിച്ച് വെച്ച് അതെല്ലാം ഒന്ന് വൃത്തിയാക്കലാന്ന്. പിന്നെ ഞാൻ ചില സമയത്ത് കുക്കിംഗ് മാത്രമായിട്ടാണ് ഇടുന്നത്. പക്ഷേ എല്ലാവരും ഡൈനിങ് ലൈഫ് വീഡിയോ തന്നെ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെന്ന് എടുക്കാനാണ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ പിറങ്ങി കളിക്കുന്നതല്ല. അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. എപ്പം ഉണ്ടാക്കിയതിന് ഇപ്പോൾ കാണിച്ചതന്നല്ലേ കാണിക്കുന്നതെന്നുള്ള ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ നോക്കാൻ ശ്രമിക്കാം. അപ്പോൾ കറിയിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിന് മുമ്പത്തെ ചോറും കറീൻ്റെ വീഡിയോ ഇട്ടിന്. അപ്പോൾ അതിൽ ഞാൻ വെള്ളരിക്കറി ഉണ്ടാക്കുന്നുണ്ട്. സെയിം അത് തന്നെയാണ്. പക്ഷേങ്കിൽ അന്ന് വെള്ളരിയാണ് ഞാൻ പിന്നെ ഈ ചേനക്ക് പകരം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ പിന്നെ പച്ചക്കായ് മറുഫ്കയുടെ മുറിച്ച് വെച്ച് തന്നില്ല. അപ്പോൾ അതിലേക്ക് അതിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ലേശം ചൂടുവെള്ളം പിന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ കറയെല്ലാം ഒന്ന് പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് അലക്കലും അടിച്ചു വാരലെല്ലാം ഇടുന്ന് സിയ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പണിയൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, എല്ലാം ഓക്ക് വിട്ട് കൊടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ ഓൾ തന്നെയാണ് അധികം ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഹെൽപ്പ് ചെയ്യൽ. അങ്ങനെ ഇതാ ഒരുവിധം കറികളെല്ലാം ആയി. പിന്നെ ഞാൻ മത്തി മുളകടിയാണ് ചെയ്തത്. മത്തി മുളകട്ടെല്ലാം ആക്കിന്. പിന്നെ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ മുമ്പ് ഇട്ടുകൊണ്ട് പിന്നെ അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ തേങ്ങരച്ച കറിയും പിന്നെ മത്തി മുളകിട്ടതും പിന്നെ പച്ചക്കായ് വറവ്. പിന്നെ ഈ പച്ചക്കായ് വറവെല്ലാം ഞാൻ സാധാരണ പിന്നെ ക്യാരറ്റും ബീൻസെല്ലാം വറക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഇനി മീൻ പൊരിക്കണോ. പിന്നെ മീൻ പൊരിക്കുന്നത് ഞാൻ വെള്ളക്കോരയില്ല, അത് തന്നെയാണ്. പിന്നെ ഒരു 2 ചെറിയ മത്തി എടുത്തിട്ട് അതും പൊരിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ 2 മത്തി മാത്രം എന്താ പൊരിക്കുന്നതെന്ന്. ഞാൻ അത് 2 ഇങ്ങനെ പൊരിക്കാനിട്ടിയാണ്. പിന്നെ ഈ ഒരു ചോറും കറിയെല്ലാം ഉണ്ടാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടതും പിന്നെ ചേനയും പരിപ്പും താളിച്ചെല്ലാം ഉണ്ടാകുമ്പോൾ, പച്ചക്കായ് വറവെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒക്കെ മത്തി പൊരിച്ചും കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വെള്ളക്കോര പൊരിച്ചിനല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ പൊരിച്ച വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 മത്തി എടുത്തിട്ട് പൊരിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോറും കറിയെല്ലാം ആയതിനു ശേഷം പിന്നെ ഞാനിതാ കിച്ചണൊന്ന് മൊത്തം വൃത്തിയാക്കി. മീൻ മുറിച്ചല്ല, അപ്പം മൊത്തം ഒന്ന് സോപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ ഇടലൊന്ന് ഒന്ന് കൈയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കിച്ചണ് അടിച്ച് വാരണം. പിന്നെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചോറ് തിന്നാനിരുന്നത്.
പിന്നെ ചോറ് മരഫ്ക്കൊക്കെ ഈ ഒരു ചട്ടിയിൽ മതി എന്ന് പറഞ്ഞിട്ട് ചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ചട്ടിച്ചോറ് പോലെ. പിന്നെ ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ നമ്മളിതാ ചോറ് കഴിക്കലാന്ന്. പിന്നെ മോനില്ലല്ലോ, ഓന് എക്സ്പോലല്ല ഉള്ളത്, അതുകൊണ്ട് പിന്നെ ഞാനും മരഫ്ക്ക് പിന്നെ സിയും കെൻസയും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചോറ് നല്ല കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചൂരിദാറിൽ കാണിച്ചു തന്നിട്ടില്ലേ, ഇങ്ങനെ അടിക്കാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിലിങ്ങനെ കട്ട് ചെയ്ത് വെച്ചെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാന്ന്. പിന്നെ ഇത് പാൻറ് അടിക്കുന്നത് കേട്ടോ, പിന്നെ അതിന് ടോപ്പെല്ലാം അടിക്കണം. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യലാന്ന്. പിന്നെ ഒന്നാമത് വീഡിയോ എടുക്കലും അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഇത് അവിടെ തന്നെ ആയിപ്പോന്ന് അടിക്കാണ്ട്. അങ്ങനെ ഇന്ന് ഈ ഒരു പാൻറ്റ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല എലാസ്റ്റിക്കെല്ലാം വെച്ചിട്ട് ഒരു പളാസോ പാൻറ്റ് പോലെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഇനി കട്ട് ചെയ്ത് വെച്ചിന്, ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ പിള്ളേരെല്ലാം പറഞ്ഞ് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ പിള്ളേർ ചോക്ലേറ്റിൽ തീർന്നിരുന്നു, അവർക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എല്ലാം ആയിട്ട് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി. മരഫ്ക്ക് ഇവിടെ കുറേ നാളായി കയറണം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ കയറിയോ, നാട്ടിലെ നബാട്ടി ഇല്ല, പിന്നെ പിള്ളേർ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റ് പോലത്തെ, അപ്പോൾ അത് ഇവിടെ കണ്ടിന്യൂ. അങ്ങനെ അതെടുത്ത് പിന്നെ ഓരോ ചോക്ലേറ്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ കൂടുതൽ എടുക്കാൻ നിന്നിട്ടില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെ എല്ലാം എന്തെല്ലോ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പറയാനറിയില്ല. ലോട്ടസ് ബിസ്ക്കറ്റും അതിൻ്റെ ടോപ്പിങ് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിറ്റ്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, സീബ്രൻ്റെ ആ ഒരു മോഡലിൽ, എന്താ പറയുക, രണ്ട് ഷെയ്ഡായിട്ടുള്ള. അപ്പോൾ അതും നല്ല രസമുണ്ടാവും, കേക്കിൻ്റെ മേലെല്ലാം വെച്ചിട്ട് നല്ല മൊഞ്ചുണ്ടാവും കാണാൻ. അങ്ങനെ ഇവിടുന്ന് പിന്നെ മക്കൾക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് എല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ റൂമിലേക്കാണ് പോയത്. വേറെ എവിടെയും കയറാൻ നിന്നിട്ടില്ല. പിന്നെ റൂമിൽ പോയി രാത്രിത്തെ ഫുഡിൻ്റെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ചപ്പാത്തിയും പിന്നെ തക്കാളി വരട്ടിയതും പിന്നെ സാൽമൺ ഫിഷ് വാങ്ങിനു, അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്നും വിചാരിച്ച്. ഇപ്പോൾ ഞാൻ തക്കാളി വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടി കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറേ എടുക്കണ്ട, ഒന്നങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഒരു 2 അങ്ങനെ മതി. എന്നിട്ട് പിന്നെ തക്കാളിയാണ് നമുക്കിതിലേക്ക് കൂടുതൽ വേണ്ട. ഞാനൊരു തക്കാളി 3 വലിയ തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ തക്കാളി വാടുന്ന നേരം കൊണ്ട് ഞാനിവിടെ പൊടി കുഴച്ച് വെച്ചിനു, അപ്പോൾ അത് ഉണ്ടയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. മീൻ ഞാൻ ലാസ്റ്റേ പൊരിക്കുന്നുള്ളൂ. പിന്നെ ചപ്പാത്തിനെ ചുട്ട് കറിയെല്ലാം അയക്കുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീൻ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ ഉപ്പും മുളകും തേച്ചിട്ട് പൊരിച്ചെടുക്കുന്നതല്ല കേട്ടോ. സാൽമൺ ഫിഷ് നമ്മൾ വേറെ തന്നെ പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ബട്ടറിലെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയുടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേ ഒഴിച്ചെടുക്കണ്ട, നമ്മൾ തക്കാളി വരട്ടി ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഇത് വറ്റാനുള്ള സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി ചുട്ടെടുക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾ എന്ന പിന്നെ ഓപ്ഷൻ ഇല്ല, അതിൻ്റെ ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അങ്ങനെ ഇതാ ചപ്പാത്തി ഉടലും കഴിഞ്ഞ്. ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് സാൽമൺ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് ഒന്നങ്ങ് പെരക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിനി കൂടുതൽ പൊടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ, മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മീനിൻ്റെ സ്കിന്നിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗം നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാൻ. ആ സ്കിന്ന് നല്ലോണം എന്താ പറയുക ക്രിസ്പിയായിട്ട് കിട്ടണം.
പിന്നെ ഞാൻ ഇതിലേക്ക് റോസ്മേരി ഇല്ല, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ സാധാരണ പിന്നെ മത്തിയും അയിലെല്ലാം പൊരിക്കുന്ന പോലെ പൊരിക്കരുത്. ഈ ഒരു മീൻ ഇങ്ങനെയാണ് ഈ മീൻ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പൊരിച്ച ബട്ടറും ഇതിൻ്റെ മേലെ പിന്നെ കൂട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല രസമാണ് ഈ ഒരു സാൽമൺ ഫിഷ്. അങ്ങനെ രാത്രിത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനിതാ മൈലാഞ്ചി ഉണ്ടാക്കിനേനു. അപ്പോൾ അത് ഇട്ടിട്ട് ഏതായാലും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ചോന്നിട്ടുള്ളത് മൈലാഞ്ചി ഇട്ടതിന് ശേഷം ചോന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയല്ലാന്ന് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.